അപ്പോൾ രാവിലെ ബീച്ച് കാണാൻ ഒരു ആഗ്രഹം. അപ്പോൾ ഫോർട്ട് കൊച്ചി ബീച്ചിലേക്ക് ഒന്നും പോകാൻ തോന്നില്ല, കാരണം നമുക്ക് അടുത്ത് വൈപ്പിനുള്ളതുകൊണ്ട് ഫാൽക്കോൺ ബീച്ചിൽ തന്നെ പോകാമെന്ന് വെച്ചു. അങ്ങനെ ഫാൽക്കോൺ ബീച്ചിൽ വന്ന് ഇപ്പോൾ സൈഡിൽ ഇങ്ങനത്തെ ഒരു സ്പോട്ട് ഞാൻ കണ്ട്. കാരണം അത്യാവശ്യം നല്ലൊരു സ്പോട്ടാണ്, നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്പോട്ടാണ്. നമുക്ക് വേണമെങ്കിൽ അവിടേക്ക് ഇറങ്ങി നടക്കാം, പക്ഷേ ഏറ്റവും അറ്റത്തൊന്നും പോകണ്ട. കാരണം ഈ പറഞ്ഞ പോലെ പാമ്പും ഇതൊക്കെ ഉണ്ടാവും, കാരണം വിഷമുള്ള എന്ത് ജാതി സാധനങ്ങൾ ഉണ്ടാവും അവിടെ. അപ്പം നമ്മൾക്ക് ആ ഭാഗത്തേക്കൊന്നും പോകണ്ട. ഈ പാമ്പില്ലെങ്കിലും പട്ടി ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ സൈഡിൽ നിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ കുറച്ചുകൂടി നല്ലത്. അപ്പം പിന്നെ കുറേ കിളികളും പരുന്തൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഈ പരുന്തിനൊന്നും നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് കാണിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ സ്ഥലം കൊള്ളാം എന്തായാലും. ഇത്രയും ഈ സമ്മർ സീസൺ ആയിരുന്നുകൊണ്ടാണ് ഇത്ര ഡ്രൈ ആയിരിക്കണം. ഇപ്പോൾ വെള്ളം നൈസായിട്ടൊക്കെ വന്നിട്ടുണ്ട്, കാരണം മഴ തുടങ്ങിയല്ലോ. മഴ തുടങ്ങിയതിൻ്റെ ചെറിയൊരു ഇതൊക്കെ ഉണ്ട് അവിടെ, ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അങ്ങനെ നമ്മൾ അത്യാവശ്യം ഈ സ്ഥലം കൊള്ളാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇതൊക്കെ എടുത്ത് കഴിഞ്ഞ് നേരം ബീച്ചിലേക്ക് കിടക്കാം നോക്കിയപ്പോഴാണ് ഈ ഒരു സാധനം കണ്ടത്. ഈ ഒരു സാധനം കുളം. അപ്പോൾ ഞാനോർത്ത് പക്ഷെ പെട്ടില്ല. കാരണം നെക്സോൺ ആയതുകൊണ്ട് അത്യാവശ്യം വണ്ടി കയറുന്ന സെറ്റപ്പ് ആയതുകൊണ്ട് നമ്മൾ അതൊക്കെ താണ്ടി വരാമെന്ന് വെച്ച് നമ്മൾ നേരെ കുളത്തിൽ കൂടിയൊക്കെ ഓടിച്ച് അപ്പം നോക്കിയപ്പോൾ അത് അപ്പുറത്ത് വേറെ കുളം. ഞാനത് മൊത്തത്തിൽ കുളമായി. പക്ഷേ ചെറിയ വണ്ടികൾക്ക് എനിക്ക് തോന്നണില്ല, ചെറിയ വണ്ടി വരുമ്പോൾ സൂക്ഷിക്കുക. കാരണം വെച്ചെങ്കിൽ നടുക്ക് പെട്ട് പോയിട്ടുണ്ടെങ്കിൽ പോരാ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ സൈഡ് കീപ്പപ്പ് ചെയ്തോണം വരാനായിട്ട്. കാരണം നടുക്ക് അത്യാവശ്യം കുഴിയുണ്ട്, നമ്മൾ വിചാരിക്കുന്നതല്ല, കാണുന്നതല്ല. ഇപ്പോൾ ഈ നെക്സോണും കോമ്പാക്ട് SUV വണ്ടികളൊക്കെ എല്ലാം പെട്ടെന്ന് കയറി പോകാൻ പറ്റും. കുഞ്ഞു വണ്ടികൾക്കൊക്കെ പെട്ടെന്ന് പോകാൻ പറ്റും. പക്ഷേ എങ്ങാനും പെട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇത്തിരി അങ്ങോട്ട് കയറി വരാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അങ്ങനെ നമ്മുടെ നെക്സോൺ നമ്മുടെ വണ്ടിയിൽ ഇങ്ങനെ പോയപ്പോൾ എനിക്ക് തോന്നിയത് ജങ്കാറിലിരുന്ന് പോകുന്ന ഫീലാണ്. കാരണം ചുറ്റും വെള്ളം പോലത്തെ ഒരു ഫീൽ വേണ്ട, ആ ഒരു ബോട്ട് ഫീൽ നമുക്ക് കിട്ടി. അപ്പോൾ എത്തിച്ചേർന്നത് ചെറിയ ഹോം സ്റ്റേയുടെ മുമ്പിലാണ്. ഈ ഹോം സ്റ്റേ ആണ്. അല്ലാതെ ഇവിടെ നമുക്ക് ഈ ബ്രൈഡൽ ഒക്കെ ഈ ഡ്രസ്സ് ഇവിടെ മിക്ക സമയത്ത് ഷൂട്ട് നടക്കാറുള്ളതാണ്. അപ്പോൾ ഈ ബ്രൈഡൽ ഗ്രൂമിനൊക്കെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റിയൊരു റൂംസൊക്കെ അവർ അവൈലബിൾ ആണ്, അവർ കൊടുക്കാറുണ്ട്, അങ്ങനെ റെൻ്റ് ഔട്ട് ചെയ്യാറുണ്ട്. ഇവിടെ മിക്ക സമയത്തും ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്ന സ്ഥലമാണ്, എല്ലാവർക്കും അറിയാൻ പോലെ. പൈൻ മരങ്ങളിലാണ് മിക്ക ഷൂട്ട് നടക്കാറുള്ളത്. അങ്ങനെ നോക്കി നിൽക്കിയ ഒരു താറ് അവിടെ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. കണ്ടു പരിചയമുള്ള വണ്ടിയാണെന്ന് ഓർത്ത് ഞാൻ നോക്കിയപ്പോൾ നേരെ ഇപ്പം മനസ്സിലായി ആളാരാണെന്ന്. നമ്മുടെ പയ്യനായിരുന്നു, നെവിൻസൺ. ഈ സാധനം എന്ന് വെച്ചെങ്കിൽ ഈ സാധനം ബൈക്കർ ജബ് എന്നാണ് ഈ സാധനം അറിയപ്പെടുന്നത്. ഈ സാധനം ട്രാവലറാണ്. ഈ സാധനത്തിന് ചാനലൊന്ന് കയറി വയ്ക്കുമോ, ബൈക്കർ ജബ്. ഈ സാധനത്തിനപ്പം പിടിക്കാനായിട്ട് നേരെ നടന്നേ അവനങ്ങോട്ട് പോയി. അപ്പോൾ നെവിൻ്റെ അടുത്ത് പോകാനായിട്ട് ഞാൻ നടന്നപ്പോൾ നടക്കാൻ പറ്റുള്ളൂ എനിക്ക് മനസ്സിലായി. കാരണം അവിടെ രണ്ട് സൈഡിലും പുഴ പോലത്തെ ഒരു ചെറിയൊരു ലേക്ക് പോലെ ഉണ്ട്, അതിനടുക്കാൻ വഴി. ഈ ലേക്ക് ഏതാണ് വഴിയെന്ന് മനസ്സിലാവുള്ള. കാരണം അത്യാവശ്യം കട്ടറുണ്ട്. ഈ മഴ പെയ്തേക്കുന്ന കാരണം അത്യാവശ്യം അവിടെ വെള്ളമുണ്ട്. നമ്മുടെ പയ്യനെ പിന്നെ എടുത്ത് നേരെ പോകാമെന്ന് ചോദിച്ചു. അങ്ങനെ നമ്മുടെ ഹെർബിയായിട്ട് നേരെ നെവിനെ കാണാൻ വേണ്ടി അവിടെ ആ ഭാഗത്ത് വണ്ടി പാർക്ക് ചെയ്യാന്ന് വെച്ചിട്ട് ഞങ്ങൾ വണ്ടി എടുത്ത് ഞാൻ ഇവിടെ കൂടി നടന്നൊക്കെ പോകുമെന്ന് വെച്ചാണ് കുറച്ചും കൂടി ഒന്ന് നൈസായിക്കൊന്ന് ഓർത്ത്. പക്ഷെ നൈസായില്ല, കാരണം അത്യാവശ്യം ചെളിയൊക്കെ ഉണ്ടായിരുന്നു. ഈ സൈഡിലൊക്കെ അത്യാവശ്യം പുഴ. ഈ സാധനം കയറി വന്ന ഡിലേക്ക്, കാരണം മഴ കാരണം ഇപ്പം ഇനി കുറച്ചാളുമ്പോൾ ആ വഴി നൈസായിട്ട് കവറാകും തോന്നണം. അതുപോലെ എത്ര കട്ടറുണ്ട്. അപ്പം നെവിനെ കണ്ട് നെവിനിക്കൊന്ന് താറായിട്ട് അങ്ങോട്ട് പോയി തോന്നുന്നു, ആ ഭാഗത്തേക്ക് പോയി. ഞാനൊന്ന് ചുമ്മാ എന്നാൽ ഈ ലെഫ്റ്റ് സൈഡിലേക്കൊന്ന് ആ മരങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വെറുതെ ഞാനും റോമിനും നടന്ന് വന്നപ്പോൾ അത്യാവശ്യം ചൂടുണ്ട്. അന്ന് മഴക്കാരും ഉണ്ട്, പക്ഷേ മഴ അങ്ങനെ പെയ്തില്ല. വന്ന സമയത്ത് ഉണ്ടായിരുന്നു കുറച്ച് മഴ, പക്ഷേ അത്യാവശ്യം ചൂടുണ്ടായിരുന്നു. വെയിലില്ല, എന്നാലും ചൂടുണ്ടായിരുന്നു. അങ്ങനെ ഒരു സൈഡിൽ ചേച്ചിയൊക്കെ ഇരുന്ന് അവിടെ എന്തൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട്, വിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുഞ്ഞു നമ്മളുടെ ചെറിയ ഡോഗ്സൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഡോഗ് ഉണ്ട് കേട്ടോ, ഒരു സുന്ദരി എന്നൊരു ഡോഗ് ഉണ്ട്. അവനെ കാണാനില്ല. അവള് ഇവിടെ ഒക്കെ ഉണ്ട്. ഇവളല്ല, എല്ലാം അങ്ങനെ റിലാക്സ് മൂഡിൽ ഇങ്ങനെ കിടക്കുകയാണ്, ചില്ലായിട്ട് കിടക്കുകയാണ് എല്ലാവരും. അപ്പോൾ ഇപ്പോൾ കടൽ കയറിയിരിക്കണോണ്ട് ഒരു ചെറിയൊരു കുഴി പോലെയാണ്. ഇപ്പോൾ ഇറങ്ങാൻ ഇത്തിരി ശോകമാണ്, കാരണം ഇറങ്ങിപ്പോയാൽ കയറാൻ പണിയാണ്. മേത്തൊക്കെ മണ്ണും ഇതൊക്കെ മാക്സിമം ഇറങ്ങാതിരിക്കുന്നതല്ല, കാരണം ഇപ്പോൾ മഴക്കാലം തുടങ്ങിയേക്കണോണ്ട് ഇത്തിരി റഫാണ് സീ. അപ്പോൾ ഈ സൈഡിൽ നിന്ന് ശരിക്കും എൻജോയ് ചെയ്യാം എന്ന് വിചാരിച്ച് നമ്മൾ അധികം അങ്ങോട്ട് മറ്റേ അഡ്വഞ്ചർ കാണിച്ചൊന്നുമില്ല. നമ്മളിപ്പോൾ ഇങ്ങനെ ഇവിടെ തന്നെ കയറി ഇരുന്ന് കടൽ ആസ്വദിക്കണതാണ്. അത്യാവശ്യം നല്ല കാറ്റൊക്കെ ഉണ്ട്, ചൂടുണ്ടെങ്കിലും കാറ്റുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തപ്പോൾ ഞാൻ ദൂരെ നിന്ന് നോക്കിയപ്പോൾ ഒരു താറ് വന്നെ. അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ പയ്യനാണ് വന്നത്. കാരണം പയ്യനും നമുക്കൊക്കെ പണ്ടേ ഒരു വിഷമം ഉണ്ടായത് അതിനകത്താണ്.
അപ്പോൾ ഞാൻ വന്ന് നോക്കിയപ്പോൾ അവൻ തന്നെ വന്നത്. കാരണം എനിക്ക് മനസ്സിലായി അവൻ്റെ ആ വരവും കാണുമ്പോൾ ഞാൻ കൈ കാണിച്ച്. അപ്പോൾ നെയ്യും നേരെ ഇങ്ങോട്ട് താറിൻ്റെ പെർഫോമൻസ് നോക്കാൻ വേണ്ടിയെന്ന് തോന്നുന്നു അവൻ ഈ ഇട്ട് കാണിക്കണത്, ഈ ബീച്ചിൽ ഇട്ട് കാണിക്കണത്. അപ്പോൾ ഞാൻ അവൻ നേരെ വണ്ടി എടുത്തിട്ട് നേരെ നമ്മളുടെ നെക്സോൺ നമ്മുടെ ഹെർബിയുടെ സൈഡിൽ കൊണ്ട് പാർക്ക് ചെയ്യാൻ വേണ്ടി വണ്ടി ഇറങ്ങാനുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, ഞാൻ നെവിനെ കാണാം നേരെ നടന്ന് അങ്ങോട്ട് പോയി. ഇവ എങ്ങോട്ട് പോകണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ഞങ്ങൾക്ക് സാധനം വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങി ഹാപ്പി ആയിട്ട് നടന്ന് വന്നിട്ടുണ്ട്. പണ്ടൊരു വട്ടേഞ്ച് കൊടുക്കണ്ട അവിടെ അങ്ങനെ വണ്ടി നേരെ പാർക്ക് ചെയ്തിട്ട് പിന്നെ അവിടുന്ന് ഞങ്ങൾ പറഞ്ഞ് ദേവിയും പറഞ്ഞ് എടാ ആ സൈഡിലേക്ക് പോകാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വണ്ടി അവൻ്റെ ബാക്ക് സീറ്റിൽ ഹെൽമെറ്റൊക്കെ എടുത്ത് മാറ്റി നേരെ ഡിക്കിക്കകത്ത് കയറ്റി. താറ് ഡിക്കി സ്പേസ് ആണ് ഇത്തിരി പണി, കാരണം ഡിക്കി സ്പേസ് തീരെ കുറവാണ്, എല്ലാവർക്കും അറിയാമല്ലോ. ആ ഡിക്കിയിലേക്ക് കയറ്റി. അങ്ങനെ നെക്സോൺ എടുത്തില്ല, കാരണം ഇനി അവിടെ പോയിട്ട് വല്ല വള്ളിയാണ്ടെന്ന് വെച്ചിട്ട് നെക്സോൺ എടുത്തില്ല. വണ്ടി അവിടെ തന്നെ കിടന്നു വെച്ച്. വണ്ടി അത്യാവശ്യമൊക്കെ പോവും, പക്ഷേ 4 വീൽ ഡ്രൈവ് അല്ല, സ്പോർട്സാണ്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ 4 വീൽ ഡ്രൈവ് തന്നെ വേണമല്ലോ ബീച്ചിലൊക്കെ ഓടിക്കണമെങ്കിൽ. അപ്പോൾ നേരെ താറായിട്ട് ഒന്നും കൂടി പഴയ കാലത്തെ ആ ഒരു വിഷമം കാണിക്കാമെന്ന് വെച്ചിട്ട് നേരെ ബീച്ചിലേക്ക് ഇറക്കി ഞങ്ങൾ. അപ്പോൾ വണ്ടിയായിട്ട് നേരെ താറിൻ്റെ പെർഫോമൻസൊക്കെ നോക്കി നെവിൻ നേരെ വണ്ടി എടുത്ത് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം വണ്ടി കൊള്ളാം, നല്ല റിസോർട്ട് ഓടിക്കാനൊക്കെ ബീച്ചിലിട്ടിട്ട്. പിന്നെ ഈ അവിടെ ഫാമിലി അല്ല, മെയിനായിട്ട് കപ്പിൾസ് ആയിരിക്കണം എല്ലാ സൈഡിൽ. അപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ നമ്മൾ അധികം അങ്ങോട്ട് ഇട്ട് ഇത് കാണിക്കാൻ പോയില്ല. പിന്നെ കൂടുതൽ അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ, വല്ലവരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ പുറകെ കേസ് നടക്കണം. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അത്ര വിഷമത്തിലേക്ക് പോകുന്നത്. അപ്പം നമ്മൾ അത്യാവശ്യം വണ്ടി കൊള്ളാം, അത്യാവശ്യം പെർഫോമൻസൊക്കെ നോക്കി നമ്മുടെ പഴയ ഒരു ഉള്ളിൽ നമുക്ക് എല്ലാവർക്കും ഉള്ളിലൊരു ഫയർ ഉണ്ടല്ലോ, അതങ്ങോട്ട് കാണിച്ച്. അപ്പം എനിക്ക് മനസ്സിലായി ആരും ഒതുങ്ങിയിട്ടൊന്നുമില്ല. ഇപ്പം നമ്മളെല്ലാം ഒതുങ്ങിയിട്ടൊന്നുമില്ല, എല്ലാവരുടെ ഉള്ളിൽ ആ ഫയർ കിടക്കണം. സുന്ദരി കിട്ടി. അങ്ങനെ നമ്മുടെ സുന്ദരിക്കുച്ചി അവിടെ ഉണ്ടായിരുന്നു. സുന്ദരിക്കുച്ചി ഉറക്കത്തിലായിരുന്നു. ആ സുന്ദരിക്കുട്ടിനെ കണ്ട് അവളെ ഒന്ന് ചില്ല് ചെയ്യിച്ച്. അവളെപ്പോഴും ഇവിടുത്തെ മെയിൻ ഒരു ഡോഗാണ് സുന്ദരിക്കുട്ടി. അങ്ങനെ സുന്ദരിക്കുട്ടി ഉറക്കി. പിന്നെ വണ്ടി എടുത്ത് പിന്നെയും ബീച്ചിലേക്ക് പിന്നെയും ഇറങ്ങി. അപ്പോൾ നെവിൻ പിന്നെ ഇവിടുന്ന് എടാ നീ, അപ്പം ഞാനും ഓടിച്ച്. അപ്പം ഞാനൊന്ന് നോക്കി, നേരത്തെ നെവിനാണല്ലോ ഓടിച്ചത്. അപ്പം ഞാനൊന്ന് ട്രൈ ചെയ്ത് വണ്ടി നേരെ അത്യാവശ്യം ഇതൊക്കെ കാണിച്ച്, അല്ലാതെ വലിയ കണ്ട സംഭവമൊന്നും കാണിച്ചില്ല. ഈ പറഞ്ഞ പോലെ അവിടെ കുറച്ച് ഫാമിലീസൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ നല്ല ഏരിയയാണ് വൈപ്പിൻ ഫാൽക്കോൺ ബീച്ച്. പിന്നെ അധികം നടക്കണമെന്ന് നമുക്ക് ഇപ്പം വെറുപ്പിക്കാൻ പറ്റില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നത് അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് പോലെ ആൾ ചെയ്യാൻ പാടില്ല. നമ്മൾ അത്ര കാണിച്ചൊന്നുമില്ല. അത്യാവശ്യം ഒന്ന് ചെറിയൊരു ഇതൊക്കെ ബീച്ചിൽ ഓടിച്ചിട്ട് നേരെ ഞങ്ങൾ ആറ് പിന്നെ ആ സൈഡിൽ കൂടി എടുത്തിട്ട് നേരെ പോയി. അപ്പോൾ നെവിനങ്ങാട് വിട്ട് മാറല്ല ആ ഒരു ഓടിച്ചെനിക്കാനുള്ള ഫീലിംഗ്. ഞാൻ പറഞ്ഞു നീ പറഞ്ഞോട് കറക്കിക്കോ. നെവിൻ പറഞ്ഞു ഓക്കെ ഒന്ന് കറക്കാമെന്ന് വെച്ചിട്ട് നെവിൻ പിന്നെയും വണ്ടി എടുത്തിട്ട് ആ ഭാഗത്ത് മാത്രം, നമ്മൾ വേറെ ആൾക്കാർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാൻ പോയില്ല. ആ ഒരു ചെറിയ ഭാഗത്ത് ഞങ്ങൾ മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ ഞങ്ങൾ അവിടെ ചേർന്ന് കുറച്ച് നേരം വണ്ടിക്ക് ഇട്ട് അങ്ങനെ കാണിച്ച് അങ്ങനെ ഞങ്ങളടുത്ത് ഇനി മതി വീട്ടിലേക്ക് പോവാം. അങ്ങനെ എല്ലാവരും വീട്ടിലേക്ക് പോയി.